ഞാൻ ആക്ച്വലി ട്രിച്ചിലെത്തുന്നത് ജസ്റ്റ് +2 ക്വാളിഫിക്കേഷൻ ആയിട്ടാണ്. കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് തന്നെ പരിചയമല്ല. അങ്ങനത്തെ ആള് പ്രോഗ്രാമിംഗ് പഠിക്കാൻ പോവാന്ന് പറഞ്ഞാൽ എത്ര ഡിഫിക്കൽട്ട് ആയിരിക്കും. ഏതെങ്കിലും ഒരു എഞ്ചിനീയർ ആവണം അല്ലെങ്കിൽ ഡോക്ടർ ആവണം, അങ്ങനെ ഒന്നും ഒരു പ്ലാൻ ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു. ജസ്റ്റ് ഒരു ആവറേജ് സ്റ്റുഡന്റ്. അങ്ങനെ ഒരു പ്ലാൻ ഇല്ലാതെ ലൈഫിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ടൈമാണ്. ട്രിച്ചാണ് എൻ്റെ ലൈഫിലേക്ക് ഒരു ട്വിസ്റ്റ് കൊടുക്കുന്നത്. ലൈഫിലേക്ക് വന്നാൽ നമുക്കത് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ബിഫോർ റിച്ച് ആൻഡ് ആഫ്റ്റർ റിച്ച്. അവിടുന്ന് എനിക്ക് കിട്ടിയ ഗ്രേറ്റ് സപ്പോർട്ട് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ആണ് ഞാൻ മുന്നോട്ട് പോയത്. നമ്മൾ ഒരിക്കലും സ്വപ്നം കാണാത്ത ഒരു പ്രൊഫഷൻ, സ്വപ്നം കാണാത്ത ഒരു സാലറി, ഏതൊരു എൻവിറോൺമെന്റിൽ പോയിട്ടും സർവൈവ് ചെയ്യാൻ പറ്റുന്ന അത്ര ഒരു ബേസ്, അങ്ങനത്തെ ഒരു കോർ ബേസ് എനിക്ക് റിച്ചിൽ നിന്ന് കിട്ടിയിരുന്നു. ഹലോ, ഗുഡ് മോർണിംഗ് എവരിവൺ. ഐ ഹോപ്പ് യു ക്യാൻ ഹിയർ മീ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൗദി അറേബ്യയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ആക്സ്ടെക് ആണ് എൻ്റെ പേറോൾ കമ്പനി. ആക്ച്വലി ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു ക്ലയന്റിന് വേണ്ടിയിട്ടാണ്. ഒരു സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റിന്റെ കീഴിലുള്ള ഒരു കമ്പനിയാണ്. അവിടെ ഞാൻ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാണ്. Almost I completed around 5 years here, and I'm happy here because ഇവിടുത്തെ വർക്ക് കൾച്ചർ ആണെങ്കിലും അതുപോലെ വർക്ക് ലൈഫ് ബാലൻസ്, ദർ ഈസ് നോ ഓവർലോഡ്, ആൻഡ് നമ്മൾ നാട്ടിലത്തെ പകുതി ജോലി ചെയ്താൽ മതി, അതുപോലെ നല്ല സാലറി ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ 5 വർഷമായി തുടർന്ന് പോകുന്നു. ഇനി എൻ്റെ ലൈഫിലേക്ക് വന്നാൽ നമുക്കത് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ബിഫോർ റിച്ച് ആൻഡ് ആഫ്റ്റർ റിച്ച് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. കാരണം റിച്ചാണ് എൻ്റെ ലൈഫിലേക്ക് ഒരു ട്വിസ്റ്റ് കൊടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾ എൻ്റെ ഡീറ്റെയിൽസ് ബയോഗ്രഫിയിൽ കണ്ടിട്ടുണ്ടാവും, ബാച്ചിലർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഞാൻ ആക്ച്വലി റിച്ചിലെത്തുന്നത് ജസ്റ്റ് +2 ക്വാളിഫിക്കേഷൻ ആയിട്ടാണ്. +1 +2 പഠിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് +2 കഴിഞ്ഞതിന് ശേഷം എനിക്ക് അങ്ങനെ ലൈഫിൽ പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ജോലി വേണോ, അല്ലെങ്കിൽ IT എഞ്ചിനീയർ ആവണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ ഡോക്ടർ ആവണം, അങ്ങനെ ഒന്നും ഒരു പ്ലാൻ ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു. ജസ്റ്റ് ഒരു ആവറേജ് സ്റ്റുഡന്റ്. +2 കഴിഞ്ഞു. +2 കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടി. ആ ഗ്യാപ്പിലും കളിച്ച് നടന്നു. അവസാനം എല്ലാവരും ഓരോരുത്ത് ജോയിൻ ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ അപ്പോഴാണ് അന്വേഷിക്കാൻ തുടങ്ങി, എവിടെയെങ്കിലും ഒന്ന് പോയി ജോയിൻ ചെയ്യണ്ടേ. അങ്ങനെ അപ്പോൾ ഫാമിലി സിറ്റുവേഷന് അത്ര ഫിനാൻഷ്യലി അത്ര സ്ട്രോങ് ആയിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് എഞ്ചിനീയറിങ്ങിനൊന്നും പോയി ചേരാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ലോണൊന്നും എടുത്തിട്ട് പഠിക്കാൻ അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഫ്രണ്ട് മെക്കാനിക്കൽ ഡിപ്ലോമ, ഒരു ചെറിയൊരു കോഴ്സ് കാലിക്കറ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. അപ്പോൾ ഞാൻ അവൻ്റെ കൂടെ അവസാനം പോകാൻ തീരുമാനിച്ചു. ഈ പറഞ്ഞ പോലെ അന്ന് ഫിനാൻഷ്യലി സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് ഞാൻ ഈ +1 +2 ഒക്കെ പഠിക്കുമ്പോൾ എൻ്റെ ചെലവിനായിട്ട് പല വഴി കുറച്ച് കാശൊക്കെ കണ്ടെത്തിയിരുന്നു. ഇതുപോലെ ന്യൂസ് പേപ്പർ ഇടാൻ പോയിട്ട് ഷോപ്പിൽ നിന്നിട്ട് അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിയൊരു ബൈക്ക് ഉണ്ടായിരുന്നു, അത് സെല്ല് ചെയ്തിട്ടാണ് ഞാൻ ഇത് പഠിക്കാൻ പോകുന്നത്. അങ്ങനെ അവിടെ എത്തി. ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ജസ്റ്റ് ശരിക്കും പറയണമെങ്കിൽ ഒരു 3 hours ഒക്കെ ഉള്ള ക്ലാസ്. പക്ഷെ ആ ഒരു നമ്മൾ ഈ ബൈക്കൊക്കെ വിറ്റിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പഠിക്കണം എന്നുള്ളൊരു ബോധമൊന്നും തോന്നിയില്ല. അന്ന് ഈ കോഴിക്കോട് കറങ്ങി നടന്നു. ഒരു വർഷം അങ്ങനെ പോയി. ഏകദേശം എൻ്റെ കൂടെ വന്നവനെ ആദ്യം നിർത്തി, അത് കഴിഞ്ഞിട്ട് ഞാനും നിർത്തി. ഞാൻ അറിഞ്ഞത് അവിടെ ആരും ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എല്ലാവരും വഴിക്ക് വെച്ച് നിർത്തി എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു പ്ലാൻ ഇല്ലാതെ ലൈഫിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ടൈമാണ്. ഇപ്പൊക്കെ ഒരു സ്റ്റേഷനറി കട ഉണ്ടായിരുന്നു നാട്ടില്. അപ്പൊ അതിലൊക്കെ ഇങ്ങനെ പോയിട്ട് നടക്കുന്ന ടൈമില് ഒന്നല്ലെങ്കിൽ BSc മാത്സിനോട് ചെറിയൊരു താല്പര്യമുള്ളതുകൊണ്ട് BSc മാത്സിന് പോവാന്നൊക്കെ ഒരു തീരുമാനം എടുത്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു അങ്കിള്, നമ്മളൊരു റിലേറ്റീവ് വന്നിട്ട് ഇങ്ങനെ റിച്ചിനെ കുറിച്ച് പറയുന്നത്, അവിടെ ഒന്ന് ജസ്റ്റ് പോയി നോക്ക്. അപ്പോ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം IT നമ്മൾ സീറോ ആണ്. IT എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് തന്നെ പരിചയമല്ല. അങ്ങനത്തെ ആള് പ്രോഗ്രാമിംഗ് പഠിക്കാൻ പോവാന്ന് പറഞ്ഞാൽ എത്ര ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പൊ ഞാൻ വലിയ ഹോപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് അങ്ങനെ പറഞ്ഞതല്ല, നമ്മളെ അങ്കിള് വന്ന് പറഞ്ഞുകൊണ്ട് അത് അനുസരിക്കാന്നുള്ള രീതിയിൽ ജസ്റ്റ് പോയി. ട്രിച്ചിലെത്തി. അവിടെ എത്തിയപ്പോൾ അവരിങ്ങനെ ഇന്ന കോഴ്സുകളാണ് ഉള്ളത്, ജാവ ഉണ്ട്, .NET ഉണ്ട്, PHP ഉണ്ട്, ആൻഡ്രോയിഡ് ഉണ്ട്, iOS ഉണ്ട്, ഇതൊക്കെ പറഞ്ഞു. ഒന്നും നമുക്ക് തിരിഞ്ഞില്ല എന്തൊക്കെയാ അവർ പറയുന്നുണ്ട്. നമുക്ക് നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉള്ളതല്ലേ അവർ പറയുന്നത്. നമുക്ക് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മലയാളം, ഹിന്ദി, അറബി ഇതൊക്കെയല്ലേ നമ്മുടെ ലാംഗ്വേജ്. അപ്പൊ ഇതൊക്കെ പറഞ്ഞു. അപ്പോഴും എനിക്കൊന്നും ഇതായില്ല. പിന്നെ ഒരു റിലേറ്റീവ് സജസ്റ്റ് ചെയ്തു ജാവ എടുക്കാൻ. ജാവ അങ്ങനെ ചൂസ് ചെയ്തു. ട്രിച്ചില് നമ്മള് ഫസ്റ്റ് ഡേ നമുക്ക് ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറാണ് തന്നത്. അതായത് കീബോർഡിൽ എവിടെയാണ് ലെറ്റേഴ്സ് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് എൻ്റെ IT കരിയർ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്.
അതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അവിടെ കൂടെ അവിടെ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഒരുവിധം എല്ലാവരും ഉണ്ടായിരുന്നത് BCA, MCA, BTech ഇതൊക്കെ കഴിഞ്ഞെത്തിയവരായിരുന്നു. അവരിടയിൽ അപ്പൊ എനിക്ക് അതിന്റെ മുമ്പേ ബാച്ച് ആയിട്ട് ലിറ്ററേച്ചർ സ്റ്റാർട്ട് ചെയ്ത മുമ്പ് വർക്ക് ചെയ്ത് അവിടെ എന്താ ട്രെയിൻ ചെയ്തവർക്ക് അറിയുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് എന്നെ ഒരു ബാച്ചിലൊന്നും ഇട്ടില്ല. എനിക്ക് എന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് എനിക്ക് ഒരു ട്രെയിനിങ് തന്നു, ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട്. അതായത് പ്രോഗ്രാമിങ്ങിന്റെ ബേസിക്സ്, ഫോർ ലൂപ്പ്, ഇഫ്, അങ്ങനത്തെ കണ്ടീഷൻസ്, വേരിയബിൾസ്, ഇങ്ങനെയുള്ള ഒരു ബ്രിഡ്ജ് കോഴ്സ് എന്ന് അവരതിനെ വിളിക്കും. അത് അവർ തുടങ്ങിയപ്പോഴും എനിക്ക് ഒരു ക്ലാരിറ്റി ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവിടുന്ന് എനിക്ക് കിട്ടിയ ഗ്രേറ്റ് സപ്പോർട്ട് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ആണ് ഞാൻ മുന്നോട്ട് പോയത്. അങ്ങനെ എനിക്കും ഒരു തോന്നലുണ്ടായി, ഞാൻ അവിടെ ട്രിച്ചിൽ വരുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചിരുന്നത് എന്താ വെച്ചാൽ, ഓക്കെ ഒരു 4 or 6 months അല്ല, അത് കഴിഞ്ഞിട്ട് നമുക്ക് BSc മാത്സിന് പോകാന്ന് ഉദ്ദേശിച്ചിട്ടാണ് അവിടെ വന്നത്. ഒരിക്കലും ഇത് എന്റെ കരിയർ ഒരു IT പ്രൊഫഷണൽ ആയിട്ടാവുമെന്ന് ഉദ്ദേശിക്കാതെയാണ് ഞാൻ അവിടെ എത്തുന്നത്. അങ്ങനെ തുടങ്ങി അവിടുത്തെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അങ്ങനെയാണെന്ന് എനിക്കൊരു ബോധ്യം വന്നു. അതായത് എന്താണ്, എഫേർട്ട് ഇടണം, എന്തെങ്കിലും ട്രൈ ചെയ്യണം അറ്റ്ലീസ്റ്റ്. കാരണം നമ്മളെ ഫാമിലി സിറ്റുവേഷൻ ഒക്കെ അങ്ങനെ ആയിരുന്നു. നമ്മള് 3 പെൺകുട്ടികൾ, ഞാൻ ഒരു ആൺകുട്ടി. ഫാദർ ഇടക്കിടക്ക് പറയായിരുന്നു, ഇങ്ങനെ എന്റെ കാലശേഷം അവരൊക്കെ നോക്കാനാകല്ല ഒരാളാണ് എന്നൊക്കെ പറയാം. അപ്പൊ അങ്ങനത്തെ ഒരു ബോധ്യമൊക്കെ എനിക്ക് അവിടുന്നാണ് വരുന്നത്. അപ്പോ ഞാൻ എന്റെ എഫേർട്ട് ഇടാൻ തീരുമാനിച്ചു. അപ്പോ അതിനനുസരിച്ച് എനിക്ക് സപ്പോർട്ടും കൂടി കിട്ടിയപ്പോൾ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റി. ആ ഒരു 1 month ആയിട്ട് ബ്രിഡ്ജ് കോഴ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് നോർമൽ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റി. അവരുടെ കൂടെ മുന്നോട്ട് മാറ്റി. അവരും നല്ല സപ്പോർട്ടായിരുന്നു. ട്രെയിനേഴ്സ് ആണെങ്കിലും, കൂടെ ഉണ്ടാകുന്ന ട്രെയിനേഴ്സ് ആണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെ ട്രിച്ചിൽ നിന്ന് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് ഈ പറഞ്ഞ പോലെ ജാവയിലാണ് ഒരുവിധം കോഡിംഗ് ഒക്കെ മനസ്സിലായി തുടങ്ങി. അതുപോലെ ലൈവ് പ്രോജക്റ്റിൽ അവസരം കിട്ടി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് ആണ് അവിടെ പഠിപ്പിച്ചിരുന്നത്. ഈ പറഞ്ഞ പോലെ അത് ബിഗിനിങ്ങിൽ നിന്ന് പോയി ജാവയുടെ കാര്യം പറയുകയാണെങ്കിൽ സെർവ്ലെറ്റ് മുതൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്പ്രിംഗ് വരെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു. അതിലൊക്കെ സാമ്പിൾസും കാര്യങ്ങളൊക്കെ തന്ന് നമ്മൾ മുന്നോട്ട് പോയി. പിന്നെ വെബ് ആപ്ലിക്കേഷൻ ആണെങ്കിലും സ്പ്രിംഗ്, HTML, ജാവാസ്ക്രിപ്റ്റ് ഫ്രെയിംവർക്സ് ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നു. അതിന്റെ ഫലമായിട്ട് പിന്നെ ട്രിച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ കാലിക്കറ്റ് സൈബർ പാർക്കിൽ വർക്ക് ചെയ്തു, ട്രിവാൻഡ്രം ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്തു. അപ്പോഴൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തു. കാരണം ഏതൊരു എൻവിറോൺമെന്റിൽ പോയിട്ടും സർവൈവ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു കോർ ബേസ് എനിക്ക് ട്രിച്ചിൽ നിന്ന് കിട്ടിയിരുന്നു. അതുകൊണ്ട് എവിടെ പോയപ്പോൾ നമ്മൾ ഒരിക്കലും പിറകിലായി തോന്നിയിട്ടില്ല. നമുക്ക് അങ്ങോട്ട് പലരെയും സപ്പോർട്ട് ചെയ്യാനാണ് പറ്റിയത്. അത് എങ്ങനെയുള്ള ഒരാളാണെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വന്നിട്ട് അവിടുന്ന് ഏകദേശം ഒരു 6 months അല്ലെങ്കിൽ 4 months കോഴ്സ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്രത്തോളം പെർഫോമൻസ് ഈ ഒരു IT ഇൻഡസ്ട്രിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിരുന്നില്ല. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സപ്പോർട്ടാണ് എനിക്ക് ട്രിച്ചിൽ നിന്ന് കിട്ടിയത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വെബിനാർ ഉണ്ട് പറഞ്ഞപ്പോൾ നമ്മൾ പബ്ലിക്കിൽ അങ്ങനെ സ്പീക്ക് ചെയ്തിട്ടൊന്നും എക്സ്പീരിയൻസ് ഇല്ലായിട്ട് നമുക്ക് നോ പറയാൻ പറ്റാത്ത ഒരു റിലേഷനാണ് നമുക്ക് ട്രിച്ചുമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങളെ മുന്നിൽ നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടുന്ന് ട്രിവാൻഡ്രം ടെക്നോ പാർക്കിൽ എത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ 2 ഓഫർ വന്നത്, ഒന്ന് കാപ്ജെമിനി ചെന്നൈ ആയിരുന്നു, പിന്നെ ഇവിടെ റിയാദിൽ നിന്നാണ് വന്നത്. അപ്പോൾ റിയാദത്തെ ഒരു 6 month എക്സ്റ്റെൻഡബിൾ കോൺട്രാക്ട് ആയിരുന്നു. അപ്പോൾ നല്ല അട്രാക്റ്റീവ് സാലറിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഓക്കെ 6 month അല്ലേ, അപ്പൊ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം, കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റിൽ ആവുമല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മൾ റിയാദിൽ എത്തുന്നത്. ഇപ്പൊ 6 month പറഞ്ഞ കോൺട്രാക്ട് 5 year എത്തിയിരിക്കുകയാണ്. കാരണം അവർക്ക് മനസ്സിലായിരിക്കുന്നു നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്നില്ലത്, നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടില്ലത്. അത് ഇവിടെ അതുപോലെ വർക്ക് എൻവിറോൺമെന്റ് ഒക്കെ കുഴപ്പമില്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പോ ഇത്രയൊക്കെയാണ് എൻ്റെ ലൈഫ് ചുരുക്കി പറഞ്ഞാൽ വരുന്നത്. ഞാനൊരിക്കലും സ്വപ്നം കാണാത്ത, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും സ്വപ്നം കാണാത്ത ഒരു പ്രൊഫഷൻ, സ്വപ്നം കാണാത്ത ഒരു സാലറി, നമ്മൾ കേവലം ഇങ്ങനെ ഡെയിലി ലൈഫ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലൊരു ജോബോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സാലറി അതൊന്നും നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവിടേക്കൊക്കെ എത്താൻ, അതായത് ആ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞത് നമ്മൾ റിലേറ്റീവ് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ടറിച്ച് പോയി നോക്കൂ എന്ന് പറഞ്ഞാണ്. അപ്പോൾ അവിടുന്ന് എനിക്ക് കിട്ടിയ സപ്പോർട്ടാണ്. അവിടെ പോയി നമ്മൾ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല അത് കണ്ടിന്യൂ ചെയ്യണം, ഈ ഒരു IT മുന്നോട്ട് പോകണമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതൊരിക്കലും എൻ്റെ പാഷൻ ആയിരുന്നില്ല. അത് അവിടെ എത്തിപ്പെട്ടു. അങ്ങനെ അപ്പൊ നമുക്കൊരു ബോധ്യം വന്നത്, ഇത് പാഷനേക്കാൾ ഇതാണ് നമ്മളുടെ അന്നം എന്നുള്ളൊരു ബോധ്യം. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കരിയറിൽ മുന്നോട്ട് വന്നത്.
ഇപ്പോ വളരെ ഹാപ്പിയാണ്. ഇങ്ങനെ ഒരു നല്ല പൊസിഷനിൽ എത്താൻ പറ്റിയതും നമ്മള് ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാലറിയിലാണെങ്കിലും ഇപ്പൊ നമുക്ക് ഫിനാൻഷ്യലി നമുക്ക് പിന്നെ ചെറിയ ഗോൾ എന്തായിരുന്നു, നമുക്ക് വലിയ ഗോളൊന്നും ഉണ്ടാകും, ചെറുതായിട്ട് ഫിനാൻഷ്യലി ഒന്ന് സെറ്റിൽഡ് ആവണം. അതായത് ആരുടെയും മുന്നിൽ കൈ നീട്ടാതെ സ്വന്തം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. ഫാദറിന് ഒരു ചെറിയ ഷോപ്പായിരുന്നല്ലോ. ഫാദർ രാവിലെ നേരത്തെ പോകും, രാത്രി വൈകിട്ടാണ് വരിക. അപ്പോൾ ഫാദറൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്ത് കാണണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമായിരുന്നു. അതുപോലെ സിസ്റ്റേഴ്സിന്റെ മാരേജ് എല്ലായിടത്തും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഫാദർ റെസ്റ്റ് എടുക്കാൻ അത് നമുക്ക് കാണാൻ പറ്റി. ഷോപ്പൊക്കെ റെന്റിന് കൊടുത്തിട്ട് ഫാദറിന് വീട്ടിൽ റെസ്റ്റ് എടുക്കാൻ, അത്തരത്തിലൊക്കെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഇതിൽക്ക് നമ്മളെ ഫാമിലി ആണെങ്കിലും സ്വയം ആണെങ്കിലും എത്തിച്ചേരാൻ പറ്റിയത് ആ ഒരു എട്രിച്ചിൽ നിന്ന് കിട്ടിയ ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അപ്പോ ഞാൻ ഒരു അവസരം എട്രിച്ചിനും അതുപോലെ എൻ്റെ റിലേറ്റീവ്സിനും ഇവിടെ എത്താൻ സഹായിച്ചവർക്കും എട്രിച്ചിലെ സ്റ്റാഫിനും എല്ലാവർക്കും നന്ദി പറയാനും കൂടി ഉപയോഗിക്കുകയാണ്. അല്ലാതെ ഒരു നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ അവസാനിപ്പിക്കുകയാണ്.